എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ സഹോദരങ്ങളായ കുഞ്ഞനുജന്മാരും അനുജത്തിമാരും ഒക്കെ ഇന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ആയിക്കൊണ്ടിരിക്കുകയും കുറച്ച് പേരുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുകയുമാണല്ലോ. 10th എക്സാം ഉണ്ട്, +2 എക്സാം ഉണ്ട്, അതുപോലെ വിവിധതരം കോളേജ് എക്സാംസ്, അങ്ങനെ പല വിധത്തിലുള്ള എക്സാമുകളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഡേറ്റുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ചിലർക്ക് എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിലൂടെയൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണല്ലേ. അപ്പോൾ ഈ എക്സാം എഴുതുന്ന കുഞ്ഞുങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ ഭയങ്കര ടെൻഷനാണ്. എത്ര പഠിച്ചാലും തൃപ്തിയാകത്തില്ല. മറന്നുപോയി എന്നുള്ള ചിന്തകളൊക്കെ അവരുടെ മനസ്സിലോട്ട് കടന്നു വരും. അവരെ കഴിഞ്ഞ ടെൻഷനാണ് ആർക്ക്? പേരൻസിന് അല്ലേ. പേരൻസിനെ സംബന്ധിച്ചിടത്തോളം അവരവർക്ക് ഭയങ്കര ടെൻഷനാണ്. കുഞ്ഞിൻ്റെ എക്സാം എങ്ങനെയായിത്തീരും. ഒത്തിരി പേര് പ്രയർ റിക്വസ്റ്റൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഒത്തിരി പേര് മാതാപിതാക്കന്മാർ അതിനെ കഴിഞ്ഞ് വിഷമത്തിലായിരിക്കുന്നത്. ഇനി അതുകൂടാതെ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഓർത്തൊരു വിഷയമുണ്ട്. ഞാനൊക്കെ ഹോസ്റ്റലുകളിലൊക്കെ നിന്ന്, കോൺവെൻറ്റുകളിലും ഹോസ്റ്റലുകളിലൊക്കെ നിന്നാണ് പഠിച്ചത്. അപ്പോൾ ഇത് നമ്മളെ ഒന്ന് എൻകറേജ് ചെയ്യാനൊന്നും ആരുമില്ല. നമ്മൾ തന്നെ പ്രിപ്പയർ ആയിക്കണം. അങ്ങനെ ബോർഡിങ്ങുകളിലൊക്കെ നിൽക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്, കോൺവെൻറ്റുകളിലും ഒക്കെ നിന്ന് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഇന്നത്തെ മെസ്സേജ് അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പം ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പേരൻസ് ആണെങ്കിലും കുഞ്ഞുങ്ങളാണെങ്കിലും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മൾ ഭയപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അത് കഴിഞ്ഞിട്ട് ബാക്കി എന്താണ്? ദൈവം നമ്മളുടെ കൂട്ടത്തിലിരിക്കുമെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുക. ഇനി രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. നമ്മൾ പഠിക്കാതിരുന്നിട്ട് ദൈവം എന്നെ ജയിപ്പിക്കുമെന്ന് ഒരിക്കലും വിചാരിക്കരുത്. നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന അത്രയും നമ്മൾ എഫേർട്ട് എടുക്കുക. ബാലൻസ് ദൈവം ചെയ്തോളും. ആ ഒരു വിഷയം നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് പഠിക്കുക. പിന്നെ എന്താണ്, ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല അല്ലേ. കാരണം നമ്മൾ നന്നായി പഠിച്ചിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ നമ്മളുടെ കഴിവ് പോലെ, എല്ലാവർക്കും ഒരേ കഴിവായിരിക്കണമെന്നില്ല, നമ്മളുടെ കഴിവ് പോലെ നമ്മൾ പഠിച്ചിട്ടുണ്ട് എങ്കിൽ ദൈവം തീർച്ചയായിട്ടും നമ്മളെ അനുഗ്രഹിക്കുക തന്നെ ചെയ്യും. അതിനകത്ത് യാതൊരു ഡൗട്ട്സുമില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ ദൈവത്തിൽ നമ്മളങ്ങ് ആശ്രയിച്ചോണം. കാരണം നമ്മൾ എത്ര നമ്മളിൽ ആശ്രയിക്കാൻ പോയാലും, നമ്മളുടെ ബുദ്ധിയിൽ ആശ്രയിക്കാൻ പോയാലും, ദൈവം നമ്മളുടെ ബുദ്ധിമണ്ഡലത്തെ തുറന്നിട്ടില്ല എങ്കിൽ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ലാതെ ആയി പോകും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കണം. 100% നമ്മൾ ദൈവത്തിൽ ആശ്രയിക്കുവാനായിട്ട് തയ്യാറാകുക. പിന്നെ എന്താണ്, പിന്നെ ഒരുമാതിരിപ്പെട്ട എനിക്ക് തോന്നുന്നു കുറേ ആൾക്കാർ ഈ രാത്രിയിൽ ഒരുപാട് സമയം ഇരുന്ന് പഠിക്കുകയും എന്നിട്ട് രാവിലെ കുറേ നേരം കിടന്ന് ഉറങ്ങുകയും ചെയ്യുന്നൊരു ശീലമുണ്ട്. അങ്ങനെയല്ല. നമ്മൾ ആത്മീയത്തിൻ്റെ ലെവലിലോട്ട് എടുത്ത് നോക്കിയാലും അതിൻ്റെ രണ്ട് വശവും ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, നമ്മൾ രാത്രിയിൽ ഒരു 10-11 മണി വരെയൊക്കെ ഇരുന്ന് പഠിച്ചിട്ട് ബാക്കി നമ്മൾ എന്താണ്, അതിരാവിലെ ഒരു 4 മണിക്ക് ഒക്കെ എഴുന്നേറ്റിരുന്ന് നമ്മൾ പഠിക്കുവാൻ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾക്കറിയാം, നമ്മൾ ജനറലായിട്ട് പറയുവാണെങ്കിൽ എല്ലാവർക്കും അറിയാം അല്ലേ. എന്ന് വെച്ചാൽ പ്രകൃതിയും എല്ലാം നല്ല കാം ആൻഡ് ക്വയറ്റ് ആയിട്ടിരിക്കുന്ന സമയമാണ്. നമ്മളുടെ മൈൻഡും ഉറങ്ങി എഴുന്നേറ്റിട്ട് ഫ്രഷ് ആയിട്ടിരിക്കുന്ന ടൈമാണ്. ആ ടൈമിൽ നമ്മൾക്ക് പഠിക്കുവാനുള്ള കുറച്ചും കൂടി ഒരു എന്താ പറയുക, ഫ്രഷ് ആയിട്ട് പഠിക്കുവാനായിട്ട് നമ്മൾക്ക് പറ്റും. അതുകൊണ്ടാണ് അതിരാവിലത്തെ സമയം എന്ന് പൊതുവെ എല്ലാവരും പറയുന്നത്. ഇനി നമ്മളുടെ ആത്മീയത്തിനകത്തോട്ട് വന്നു കഴിയുമ്പോൾ അതിരാവിലത്തെ സമയത്തിന് പ്രത്യേകതയുണ്ട് കേട്ടോ. കാരണം നമ്മൾക്ക് സങ്കീർത്തനം 5-ാം അധ്യായം അതിൻ്റെ സങ്കീർത്തനം 5-ന്റെ 3-നകത്ത് ഇങ്ങനെയാണ് പറയുന്നത്: യഹോവേ, രാവിലെ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, രാവിലെ ഞാൻ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. ഇതാരാ പറഞ്ഞിരിക്കുന്നത്? ദാവീദ് പറഞ്ഞിരിക്കുക. ദാവീദിനെ സംബന്ധിച്ചിടത്തോളം ദാവീദിൻ്റെ ജീവിതത്തിലെ പരീക്ഷണ ഘട്ടങ്ങളിലൂടെയാണ് പുള്ളി കടന്നുപോയത്. അവിടുന്ന് ജയം പ്രാപിച്ച ഒരു മനുഷ്യനാണ് ആര്? ദാവീദ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ആ ദാവീദ് പറയാൻ, ഞാൻ രാവിലെ നിനക്കായി ഒരുക്കി കാത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരർത്ഥം എന്താണെന്നറിയാമോ? ഈ രാവിലെ ഒരുക്കി കാത്തിരിക്കുന്നതിനൊരു പ്രത്യേകതയുണ്ട്. കാരണം നമ്മൾക്കറിയാം, ഈ 3-ാം യാമം 4-ാം യാമം എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളുടെ ദൈവദൂതന്മാർ ഇറങ്ങുന്ന ടൈമാണ് എന്ത്? ഈ രാവിലെ, അതിരാവിലെയുള്ള ടൈമുകൾ എന്ന് പറയുന്നത്. ദൈവസാന്നിധ്യവും ദൈവദൂതന്മാരും ഒക്കെ ഇറങ്ങുന്ന സമയം എന്ന് പറയുന്നത്. ദൈവത്തിന് സമയമൊന്നുമില്ല, ഏത് സമയത്ത് ദൈവം ഇറങ്ങും. എന്നാലും ദൈവദൂതന്മാരുടെ ഒരു പ്രവർത്തന മേഖലയാണ് കുറച്ചും കൂടെ അതിരാവിലെ ടൈമുകൾ എന്നാണ് പറയുന്നത്. കാരണം അർദ്ധരാത്രിയും അതുപോലെയുള്ള രാത്രി ടൈമുകളിലൊക്കെ നമ്മൾക്കറിയാം, ഈ പൈശാചിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരും ഒക്കെ എന്താ പറയുക, മന്ത്രവാദം, കൂടോത്രം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെന്താണ്, ഈ അർദ്ധരാത്രി സമയത്ത്, അതായത് 12 മണി, 1 മണി, 2 മണി, ഈ സമയങ്ങളൊക്കെയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ അത് പിശാച് കുറച്ചും കൂടെ ആക്റ്റീവായ ടൈമാണെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അതിന് നമ്മുടെ ബിബിളിക്കൽ നോക്കിയാൽ നമ്മൾക്ക് തെളിവുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ച് തെളിവുകളൊക്കെ ഉണ്ട്. അതവിടെ നിൽക്കട്ടെ, അതിലോട്ടൊന്നും ഞാൻ കിടക്കുന്നില്ല. അപ്പോൾ ഈ അതിരാവിലെ ടൈം എന്ന് പറയുന്നതും ദൈവവുമായിട്ട് നമ്മൾക്ക് കുറച്ചുകൂടെ കണക്ട് ചെയ്യാനും കൂടെ പറ്റുന്ന ടൈമാണെന്നാണ് അതിരാവിലത്തെ ടൈമുകളെ പറയുന്നത്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് നമ്മൾക്കറിയാം, ഈ അതിരാവിലെ വെളുപ്പിന് 3 മണി തൊട്ട് 4 മണി വരെയുള്ള പ്രാർത്ഥനാ ടൈം എന്ന് പറയുന്നത് ഭയങ്കര എഫക്റ്റീവാണ്. കാരണം ഏത് വിഷയങ്ങൾക്ക് നമ്മൾക്ക് മറുപടി വേണം, ആ ഒരു 3 മണി തൊട്ട് 4 മണി വരെ വെളുപ്പിനെ ഇരുന്ന് പ്രാർത്ഥിച്ചാൽ അതിന് ഭയങ്കര എഫക്റ്റീവാണ്. അത് എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചത്. ഏത് വിഷയത്തിന് ഇരുന്നാലും അതിന് വിടുതൽ ഞാൻ പ്രാപിച്ചെടുത്തിരിക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അതിന്
ആത്മീയ അർത്ഥങ്ങൾ അതിനകത്തുണ്ട്. ഇനി അതെല്ലാം അവിടെ നിൽക്കട്ടെ. ആദ്യം എന്ത് ചെയ്യണം? കുഞ്ഞുങ്ങൾ അതിരാവിലെ എഴുന്നേറ്റിട്ട് ദൈവത്തോട് പ്രാർത്ഥിക്കണം. ദൈവമേ, എനിക്ക് പഠിക്കുവാനുള്ള ബുദ്ധി തരണേ, എൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് തുറക്കണമേ, അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ. അല്ലേ? ദൈവം ഒന്ന് ജെയിംസ് അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? ജെയിംസ് 1 അതിനകത്ത് എന്താ പറഞ്ഞിരിക്കുന്നത്? നിങ്ങളിൽ ആർക്കെങ്കിലും ജ്ഞാനം കുറവാകുന്നുവെങ്കിൽ വത്സിക്കാതെ എല്ലാവർക്കും ഔദാര്യമായി കൊടുക്കുന്നവനായ ദൈവത്തോട് യാചിക്കട്ടെ, അപ്പോൾ അവന് ലഭിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ദൈവത്തോട് ചോദിക്കുക, ദൈവമേ അങ്ങയുടെ ജ്ഞാനാത്മാവിനാൽ എന്നെ ഒന്ന് നിറയ്ക്കണമേ, എൻ്റെ ബുദ്ധിമണ്ഡലത്തെ ഒന്ന് തുറക്കണമേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുക. അപ്പോൾ പേരൻസും കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇങ്ങനെ നമ്മൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം നമ്മൾക്ക് പഠിക്കുവാനുള്ള കൃപ തരും, ഓർമ്മയൊക്കെ ദൈവം നമ്മൾക്ക് തരിക തന്നെ ചെയ്യും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ കുറച്ച് വചനങ്ങളും കൂടെ പറഞ്ഞു തരാം. ആ വചനങ്ങളും കൂടെ നിങ്ങളിങ്ങനെ ഏറ്റു പറയണം, എന്നിട്ട് വേണം നമ്മൾ പഠിക്കാനിരിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ പോകുമ്പോഴൊക്കെ ഈ വചനം പറഞ്ഞുകൊണ്ട് തന്നെ പോകുക. ഒന്ന്, നമ്മുടെ ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം. അതെന്താണ്? അവൻ്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. എന്ന് വെച്ചാൽ ജ്ഞാനത്തിൻ്റെ ആത്മാവ് നമ്മളുടെ മേൽ ആവസിക്കണം. അല്ലേ? അപ്പോൾ നമ്മൾ പഠിക്കാനിരിക്കുന്നതിന് മുൻപേ രാവിലെ എഴുന്നേറ്റിട്ട്, അത് പേരൻസ് ആണെങ്കിലും അങ്ങനെ ചെയ്യണം. എന്താണ്? കുഞ്ഞുങ്ങളുടെ മേൽ തല കൈവച്ചു കൊടുക്കണം. കൈവച്ചിട്ട് പറയണം, യഹോവയുടെ ആത്മാവ് എൻ്റെ മോൻ്റെ മേൽ ആവസിക്കട്ടെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ് എന്ന് പറഞ്ഞ് പേരൻസ് പ്രാർത്ഥിക്കുക. അതുപോലെ കുഞ്ഞുങ്ങളും പ്രാർത്ഥിക്കുക. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യണം? തലയിലോട്ടങ്ങ് കൈ വെക്കണം. എന്നിട്ട് യഹോവയുടെ ആത്മാവ് എൻ്റെ മേൽ ആവസിക്കട്ടെ, ജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിൻ്റെയും ആത്മാവ്, പരിജ്ഞാനത്തിൻ്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ് തന്നെ. ഇങ്ങനെ നമ്മൾ പറയണം. അത് പറഞ്ഞിട്ട് വിശ്വാസത്തോടെ അത് പറഞ്ഞിട്ട് നമ്മൾക്ക് ഒരു 2-3 പ്രാവശ്യമൊക്കെ അങ്ങ് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കാനിരിക്കുന്നതായിരിക്കും നല്ലത്. പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കാനിരിക്കുക. അല്ലാതെ രാവിലെ എഴുന്നേറ്റ് വന്നപാടെ പുസ്തകം തുറന്നിട്ട് പഠിക്കാനായിട്ടിരിക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കണം. കാരണം ആ പ്രാർത്ഥിക്കുന്ന സമയം നമ്മൾക്ക് നഷ്ടമാകുമെന്നും നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് കേട്ടോ. കാരണം എനിക്കൊക്കെ അറിയാം, നമ്മളൊക്കെ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നതിനൊക്കെ മുൻപ് പള്ളിയിലൊക്കെ പോയി പ്രാർത്ഥിക്കുകയും സമയം കളയുകയൊക്കെ ചെയ്തപ്പോൾ ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട്, അയ്യോ ഇന്ന് ഒന്നും കിട്ടത്തില്ല. എന്നാൽ അങ്ങനെ നമ്മൾ ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന ആ ഒരു ടൈമുകളിൽ എഴുതുന്ന എക്സാം ഉണ്ടല്ലോ, അതിനായിരിക്കും ഏറ്റവും കൂടുതൽ മാർക്ക് കിട്ടുന്നത്. അത് ഒരുപാട് പേരുടെ അനുഭവങ്ങളാണ് കേട്ടോ, എൻ്റെ അനുഭവമാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ അതുകൊണ്ട് ഒരു 10-20 മിനിറ്റെങ്കിലും നമ്മൾ പ്രാർത്ഥിക്കുവാനായിട്ട്, 20 മിനിറ്റ് ഒരു അരമണിക്കൂറെങ്കിലും പ്രാർത്ഥിക്കുവാൻ നമ്മൾ ടൈം തിരഞ്ഞെടുക്കുക. എന്നിട്ട് നമ്മൾ പ്രാർത്ഥിക്കുക. അതിനുശേഷം നമ്മൾ പഠിക്കാനിരിക്കുക. ഇനി അടുത്തൊരു വചനവും കൂടി ഉണ്ട്. എന്താണെന്നറിയാമോ? അത് ഫിലിപ്പീൻസ് 4:13 അതിനകത്ത് എന്താ പറയുന്നതെന്ന് അറിയാമോ? എന്നെ ശക്തനാക്കുന്നതിന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്ന് വെച്ചാൽ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അത് ആ വചനം നമ്മൾ ഏറ്റെടുത്തോണം. ആ വചനം നമ്മൾ പറയണം. എന്ന് വെച്ചാൽ എന്താണ്? എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം. എന്നെ ശക്തനാക്കുന്നവൻ ആരാ? ദൈവം. അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ ശക്തനാക്കുന്നത്. അപ്പോൾ എന്നെ ശക്തനാക്കുന്നവന് മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. എന്ന് വെച്ചാൽ ഏത് എക്സാം എഴുതുവാനും എന്നെ ശക്തനാക്കുന്നവൻ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ എക്സാമുകളൊക്കെ എനിക്ക് ഈസി ആയിരിക്കും. അപ്പോൾ ഈ 2 വചനം മറന്നു പോകേണ്ട. ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 11-ാം അധ്യായം അതിൻ്റെ 2-ാമത്തെ വാക്യം, അതിനുശേഷം ഫിലിപ്പീൻസ് 4:13. ഓക്കെ, ഞാൻ 2 വചനം ഇപ്പോൾ പറയുന്നുള്ളൂ. ഇനി അടുത്തൊരു വചനവും കൂടി ഉണ്ട്. നമുക്കറിയാം ഭയം. അല്ലേ? ഭയം എല്ലാവർക്കും എക്സാമിൻ്റെ ടൈമിൽ പേരൻസിനും ഭയമാണ്, കുഞ്ഞുങ്ങൾക്കും ഭയമാണ്. അപ്പോൾ ഈ വചനം എടുത്ത് പ്രാർത്ഥിക്കണം. നമ്മൾ ഈ വചനം ചൊല്ലണം. ഭയം കടന്നു വരുമ്പോൾ പെട്ടെന്ന് ഈ വചനം ചൊല്ലണം. എന്താണ്? ഏഷ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം തൊട്ട്. അതിനകത്ത് എന്താ പറയുന്നത്? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും. എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഓക്കെ, അപ്പോൾ ആ വചനം അങ്ങ് പറഞ്ഞുകൊള്ളുക. അവിടെ എന്താണെന്നറിയാം? എൻ്റെ നീതിയുള്ള വലം കൈകൊണ്ട് ഞാൻ നിന്നെ താങ്ങും. അപ്പോൾ അവിടെ ദൈവത്തിൻ്റെ നീതി വെളിപ്പെടണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ പഠിക്കുകയും കൂടി ചെയ്യണം. ഓക്കെ, പേരൻസും ഇനീഷ്യേറ്റ് എടുക്കുക. അവർക്ക് ഒന്ന് പഠിക്കാൻ അവരെ ഹെൽപ്പ് ചെയ്യുക. എന്ന് വെച്ചാൽ അവരെ പഠിപ്പിക്കാനൊക്കെ നല്ല ജ്ഞാനമുള്ള പേരൻസ് ആണെങ്കിൽ അവരെ പഠിപ്പിച്ചു കൊടുക്കണം. അതുകൂടാതെ അവരെ രാവിലെ എഴുന്നേൽപ്പിക്കണം. അല്ലേ? ആ പരിപാടികളൊക്കെ പേരൻസ് ചെയ്യേണ്ടത് പേരൻസും ചെയ്യണം, കുഞ്ഞുങ്ങൾ ചെയ്യേണ്ടത് കുഞ്ഞുങ്ങളും ചെയ്യണം. എന്നിട്ട് ഈ വചനം ഇങ്ങനെ പറഞ്ഞ് നമ്മൾ ഈ എക്സാം ഹോളിൽ എത്തുന്നിടം വരെ നമ്മൾക്ക് പഠിക്കാതെ ഗ്യാപ്പ് കിട്ടുന്ന ടൈം ഉണ്ടല്ലോ, ആ ടൈമിലെല്ലാം ഈ വചനം മനഃപ്പാഠമാക്കി ഇത് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കണം. ആ സമയങ്ങളിൽ ദൈവമല്ലാതെ മറ്റൊരു ചിന്തയും നമ്മുടെ മനസ്സിലോട്ട് വരണ്ട. വേറെ ഒരു ചിന്തകളിലോട്ട് നമ്മൾ പോകണ്ട. എന്ന് വെച്ചാൽ വേറെ ഒരു കാര്യവും നമ്മൾ ഡിസ്കസ് ചെയ്യണ്ട. പഠിക്കുക, പ്രാർത്ഥിക്കുക. ഭക്ഷണം കഴിക്കണം, അത് വേറെ വിഷയം. അത്യാവശ്യം ഉറങ്ങണം, അതൊക്കെ വേറെ വിഷയം. ഞാൻ പറഞ്ഞത് വേറെ ഒരു ചിന്തകളും ഒരു ഡിസ്കഷനുകളും നമ്മളുടെ മനസ്സിലോട്ട് കടന്നു വരേണ്ട. നമ്മൾ ഇങ്ങനെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് എക്സാം എഴുതുവാനായിട്ട് തയ്യാറാകുക. കാരണം ദൈവം നമ്മളുടെ കൂട്ടത്തിലുണ്ടാകുമെന്നുള്ളൊരു യാഥാർത്ഥ്യം തിരിച്ചറിയുക. എൻ്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങുമെന്ന് പറഞ്ഞു. അല്ലേ? ആ നീതി വെളിപ്പെടണമെങ്കിൽ എന്താണ്?
നമ്മൾ പഠിക്കേണ്ടത് പഠിക്കണം. ഓക്കെ, നമ്മൾ പഠിക്കണം നമ്മളുടെ കഴിവിനെ പോലെ. ഇപ്പോൾ എല്ലാവർക്കും ഒരേപോലെ കഴിവായിരിക്കണമെന്നില്ല. നമ്മളെ കൊണ്ട് പറ്റുന്നത് പോലെ നമ്മൾ നന്നായിട്ട് തന്നെ പഠിക്കുക. ഇത് നമ്മൾ എന്താ പറയുക, റെസ്റ്റ് എടുക്കണം. ഒരു 11 മണിയൊക്കെ ആകുമ്പോഴെങ്കിലും നമ്മൾ കിടന്നിട്ട് എന്താണ്, ഒരു 4 മണിക്ക് മുൻപേ ഒന്നും എഴുന്നേൽക്കണ്ട, 4 മണിയാകുമ്പോൾ എഴുന്നേറ്റാൽ മതി. എന്നിട്ട് നമ്മൾ അതിനുശേഷം പെട്ടെന്ന് എന്താ പറയുക, ഫ്രഷായി ഒരു കുറച്ച് നേരം പ്രാർത്ഥിച്ച് പഠിക്കാനിരിക്കുക. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാനായിട്ട് നമ്മൾ തയ്യാറാകുക. ദൈവം നമ്മളോട് കൂടത്തിലുണ്ടാകും. കാരണം നമ്മൾ ഒറ്റയ്ക്കല്ലെന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയണം. ദൈവം നമ്മളുടെ കൂടത്തിലുണ്ട്. നമ്മൾ ദൈവത്തിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ദൈവം ഒരിക്കലും നമ്മളെ കൈവിടത്തില്ല. അതുകൊണ്ട് ദൈവം കൂടത്തിലുണ്ടാകും. അതുകൊണ്ട് നമ്മൾ ഭയപ്പെടുകയേ വേണ്ട. ഭയം വെച്ചുകൊണ്ട് നമ്മൾ ഒരു എക്സാം ഹോളിലോട്ടും പോകണ്ട. കാരണം ദൈവം ആരാ, ഭയത്തെയൊക്കെ ജയിച്ച ഒരു ദൈവമാണ് നമ്മളുടെ ദൈവം, അല്ലേ? അപ്പോൾ ആ ദൈവം കൂടത്തിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് ദൈവത്തിൽ മുറുകെ പിടിച്ചുകൊണ്ട് എക്സാമിന് പോവുക, എക്സാം എഴുതുക. നല്ല ജയം ദൈവം ഓരോ മക്കൾക്കും തരും കേട്ടോ. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.